ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ASMR സ്റ്റോറി ടെല്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ ഇത് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ പറയണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശിശിരം ഒരു കുഞ്ഞു മഴ പോലെ പെയ്യുന്ന മകരരാവായിരുന്നു. രാവിൻ്റെ 2 യാമങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ നേരം. അമ്പലക്കുന്നിലും താഴ്വരങ്ങളിലും നേർത്ത ഈറൻ കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. സകല ചരാചരങ്ങളും തെല്ലൊന്നു മയങ്ങാൻ കണ്ണിമയൊന്ന് പൂട്ടിയ നേരത്താണ് അയാൾ തെരുവോരത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റത്. അതുവരെ ഉറങ്ങുകയോ ഉറക്കം നടിച്ച ആൽത്തറയിൽ കിടക്കുകയോ ആയിരുന്നു അയാൾ. മരം കൊച്ചുന്ന മഞ്ഞ് പെയ്യുന്നിക്കാലത്ത് അമ്പലക്കുന്നിലും പ്രാന്തപ്രദേശങ്ങളിലും ആരും പുറത്തിറങ്ങില്ലെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അഥവാ അതെല്ലാം എത്രയോ നേരത്തെ അയാൾ അറിഞ്ഞു വച്ചിരിക്കുന്നു. ഇതൊരു ദൗത്യമാണ്. ഈ ദൗത്യം പൂർത്തിയാക്കിയാൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ ആകെ തുകയോർത്ത് ഉൾപ്പുളകം കൊള്ളാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ആ സ്വപ്നം സാധ്യതപ്രായമാകാൻ ഇനി കഷ്ടി 1-2 നാഴിക മതി. ആ ഓർമ്മ അയാളെ ആകെ ഉന്മേഷവാനാക്കി. മഞ്ഞ് പെയ്തോട്ടെ, വേണമെങ്കിൽ ഹിമപാതം തന്നെ ഉണ്ടായിക്കൊള്ളട്ടെ, അതൊന്നും തനിക്കൊരു പ്രശ്നമേ ആകുന്നില്ല. തൻ്റെ മുന്നിൽ ഇനിയിപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഏകമാർഗം മാത്രം. അതെ, ആ മാർഗം തെളിയിക്കുന്ന മുഹൂർത്തമിതാ സമാഗതമായിരിക്കുന്നുവല്ലോ. ആൽത്തറയിൽ അതുവരെ തലയണിയായി ഉപയോഗിച്ച ഭാണ്ഡം കൈനീട്ടിയെടുത്ത് അയാൾ നെഞ്ചോട് ചേർത്തു. മെല്ലെ ആൽത്തറയിൽ നിന്ന് നിരത്തിലേക്കിറങ്ങി. ആരും എങ്ങുമില്ലെന്നറിയാമായിരുന്നിട്ടും വെറുതെ കണ്ണുകൾ കൊണ്ട് ഇരുളിൽ ചുറ്റും പരതി. ഭയമെന്നൊരു വികാരം തോന്നുന്നതേയില്ല. ഇന്നോളം തോന്നിയിട്ടില്ലാത്ത ധൈര്യം ഇപ്പോൾ തനിക്ക് എവിടെ നിന്നു കിട്ടി? അയാൾ അത്ഭുതപ്പെടുകയും ചെയ്തു. കൈവിരലുകൾ കൊണ്ട് ഒരിക്കൽ കൂടി തിരുപ്പിടിച്ച ഭാണ്ഡത്തിൽ ശങ്കുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപാദം മുന്നോട്ട് ചലിപ്പിച്ചത്. ഏറിയാൽ ഇനി 1 നാഴിക മാത്രം. അത് കഴിഞ്ഞാൽ താൻ ആരായിരിക്കും? തൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? പ്രതാപം എന്തായിരിക്കും? ജഗദീശ്വര, എല്ലാം ഭംഗിയായി കലാശിക്കണമേ. മഞ്ഞിനൊപ്പം പെയ്യുന്ന മകരനിലാവിൻ്റെ മറയിലൂടെ അയാൾ നടക്കാൻ തുടങ്ങി. നിലാവ് മങ്ങുന്നതിന് മുന്നേ ദൗത്യപൂർത്തീകരണം നടത്താനാണ് ഉദ്ദേശ്യം. ഉപദേശവും അങ്ങനെ തന്നെ. വെറും ഉപദേശമോ? ഉഗ്രശാസനമായിരുന്നില്ല അത്. രണ്ടായാലും ഇക്കാര്യത്തിൽ ഒരുപോലെ തന്നെ. പ്രപഞ്ചം, നിതാന്ത നിശബ്ദമായ പ്രപഞ്ചത്തിൽ രാവിൻ്റെ കാവൽക്കാരായ മിന്നാമിനുങ്ങൾ മാത്രം റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. ഒരു കണക്കിനത് നന്നായെന്ന് അയാൾക്ക് തോന്നി. മിണ്ടാപ്രാണികളെങ്കിലും ജീവനുള്ളവർ തനിക്ക് ചുറ്റുമുണ്ടല്ലോ എന്ന ആശ്വാസം. മഹാവിജനതയിൽ അത്തരമൊരാശ്വാസത്തിന് മൂല്യം കൽപ്പിക്കുക വയ്യ. ഭയം എന്നൊന്ന് തോന്നരുത്. അഥവാ അങ്ങനെ തോന്നിയാൽ നിന്റെ കയ്യിലുള്ള വലംപിരിശെങ്കിൽ സ്പർശിച്ചോളൂ. ആ സ്പർശനം മാത്രം മതി സുരക്ഷയ്ക്ക്. അപൂർവമെന്നല്ല, അത്യപൂർവമായ സൗഭാഗ്യം കൈപ്പിടിയിലുള്ളപ്പോൾ ആര് ഭയപ്പെടാനാണ്? നീ ധൈര്യമായി പൊയ്ക്കൊള്ളൂ. ഭാണ്ഡം കയ്യിലേൽപ്പിക്കുമ്പോൾ അനിയൻ തമ്പുരാൻ നൽകിയ ധൈര്യം മാത്രമാണിപ്പോഴും വീര്യം. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സുദർശന. ഈ വലംപിരി ശംഖ് തേടിക്കൊണ്ടു വന്നപ്പോൾ തന്നെ നീ പകുതി ജയിച്ചു കഴിഞ്ഞു.
എത്ര വർഷങ്ങളായി എത്രയോ പേർ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യം നീ ക്ഷിപ്രസാധ്യമാക്കിയില്ലേ. ഇനിയുള്ളതും അങ്ങനെ തന്നെ നടക്കും. നാളെ പുലരിയിൽ നീ മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളുടെ വാഗ്ദാനം രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രാർ ഈ കോവിലകത്തുണ്ടാവും. ഞങ്ങൾ പറയുന്ന വാക്കുകൾക്ക് തിരുത്തലുണ്ടായിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ സുദർശന. കൊച്ചനിയൻ തമ്പുരാൻ്റെ പ്രലോഭനം അങ്ങനെയായിരുന്നു. 5 ഏക്കർ തെങ്ങിൻ തോപ്പും 10 പറ നിലവും, അമ്പലക്കുന്നിൻ്റെ താഴ്വരയിൽ 5 ഏക്കർ പുരയിടം വേറെ. ഒരു ജന്മം കൊണ്ട് തനിക്ക് സാധിക്കാവുന്നതിലുമൊക്കെ എത്രയുരട്ടെ. എൻ്റെ ജഗദീശ്വര, ആരെയും മോഹിപ്പിക്കുന്ന ആ വാഗ്ദാനത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നപ്പോൾ അയാളുടെ ചുവടുകൾക്ക് അറിയാതെ ചടുലതയേറി. നടന്നു പോകുന്ന വെട്ടുവഴിക്കരിപുറവും മഹാവിജനതയിൽ ശയിക്കുന്ന കുറ്റിക്കാടുകളാണ്. കുറ്റിക്കാടുകളെന്നല്ല, വനങ്ങളെന്ന് തന്നെ വേണം പറയാൻ. ആൾ സഞ്ചാരമില്ലാത്ത ആ വെട്ടുവഴിയും പുല്ല് വളർന്ന് പകൽ സഞ്ചാരത്തിന് പോലും യോഗ്യമല്ലാത്ത നിലയിലാണ് കിടപ്പ്. എങ്കിലും പരിചിതനെപ്പോലെ അയാൾ അതിലെ നടന്നു നീങ്ങി. അയാളുടെ ലക്ഷ്യസ്ഥാനം അകലെ പേടിപ്പെടുത്തുന്ന ഒരു സ്മാരകം പോലെ നിലാവിൽ കുളിച്ചു നിന്നു. ഒരു കാലത്ത് സൂര്യക്കോടി പ്രഭ ചൊരിഞ്ഞു നിന്ന ആദിത്യപുരം കോവിലകം. അരനൂറ്റാണ്ട് മുൻപ് വരെ ഈ കോവിലകത്തിൻ്റെ നിലയും വിലയും എന്തായിരുന്നുവെന്ന് അമ്പലക്കുന്ന് ഗ്രാമത്തിൽ മാത്രമല്ല അയൽനാടുകളിൽ പോലും പ്രസിദ്ധമായിരുന്നു. അവസാനത്തെ തമ്പുരാനായിരുന്ന ആദിത്യവർമ്മ അന്ന് പടിയിറങ്ങി പോകുമ്പോൾ കോവിലകത്തിൻ്റെ പ്രതാപവും അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിപ്പോയെന്നാണ് ചൊല്ല്. അത് സത്യമായിരുന്നില്ലേ? ഇന്നിപ്പോൾ കാടും പടലും വളർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കോവിലകം കണ്ടാൽ സഹതാപമായ മറ്റൊരു മനുഷ്യഹൃദയം പോലും ഉണ്ടാകില്ല. അവകാശികളേറെ ഉണ്ടായിരുന്നിട്ടും അതനുഭവിക്കാൻ ആർക്കും യോഗമില്ലാതെ പോകുന്നത്. ആ സംശയത്തിന് മറുപടി ഒന്നേ ഉള്ളൂ. നാഥൻ ഇറങ്ങിപ്പോയ കൂട്ടത്തിൽ പോകുന്നതെല്ലാം അനാഥമായി. അദ്ദേഹത്തിൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾക്ക് പോലും കോവിലകത്തേക്കൊന്ന് വന്നു പോകാൻ കഴിയുന്നില്ല. വന്നാൽ പിന്നെ കഴിഞ്ഞില്ലേ കാര്യങ്ങൾ. സ്വന്തം സ്വത്ത് കോവിലകത്ത് നിന്ന് എടുത്തു കൊണ്ടുവരാൻ പുറത്തുനിന്നാളെ ഏർപ്പാടാക്കേണ്ടി വന്നെന്നാൽ അതൊരു ഗതികേട് തന്നെയാണ്. ഇത്തരമൊരു ഗതികേട് ലോകത്തൊരു പുത്രനും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അളവില്ലാത്ത സ്വത്തുകളടങ്ങിയ നിധിക്കലവറയുണ്ട്. 100% ഉറപ്പ്. അമൂല്യരത്നങ്ങളുണ്ടാവും. സ്വർണ്ണ കൂമ്പാരങ്ങൾ തന്നെ കണ്ടെന്നു വരും. ഇന്നത്തെ മൂല്യമനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ട്. തലമുറയായി കോവിലകത്തിൻ്റെ സാരഥികൾക്ക് കൈമാറിപ്പോന്നിരുന്ന ആ നിധി ഒപ്പം കൊണ്ടുപോകാൻ ആദിത്യവർമ്മയ്ക്ക് കഴിഞ്ഞില്ല. ആരെയും പിന്തുടർച്ച ഏൽപ്പിക്കാനും കഴിഞ്ഞില്ല. ആ നിധി അത്രയും ഇന്നും കോവിലകത്തിൻ്റെ നിലവറയിൽ വാർപ്പുകളിലും ചീനഭരണികളിലും സുരക്ഷിതമാണത്രേ. ഒന്നല്ല, 100 കവർച്ചക്കാർ ഒത്തു ശ്രമിച്ചാലും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത അവ യഥാർത്ഥ അവകാശികൾക്കേ വന്നു ചേരൂ എന്നാണ് ചൊല്ല്. ആ അവകാശി ആരായിരിക്കും? ഈ നട്ടപ്പാതിരയ്ക്ക് തന്നെ ഇങ്ങോട്ട് അയച്ച അനിയൻ തമ്പുരാനോ അതോ കൊച്ചനിയൻ തമ്പുരാനോ? അവർക്കാർക്കും സാധിച്ചു കഴിയാത്ത കാര്യം സാധിച്ചു മടങ്ങാൻ തനിക്ക് കഴിയുമോ? കോവിലകത്തോട് സമീപിക്കും തോറും അയാളുടെ ചടുലത ചടുല വേഗതയ്ക്ക് ഇളവുണ്ടായി. ഇതുവരെ ഇല്ലാതിരുന്ന ഉത്കണ്ഠയുടെ നെഞ്ചിടിപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇനി 10-20 ചുവടുകൾ കൂടി മുന്നോട്ട് വെച്ചാൽ കോവിലകത്തിൻ്റെ തിരുമുറ്റത്തെത്താം. പലതവണ വന്ന് കാണുകയും മാർഗങ്ങൾ നോക്കി വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇന്നിപ്പോൾ ആദ്യം കാണുന്ന ചേലിൽ മുറ്റത്ത് അയാൾ മിഴിച്ചു നിന്നു. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കോവിലത്തെ ഭീകരത ഗംഭീരമെന്ന് വിശേഷിപ്പിക്കാനുള്ളൂ. ഉള്ളങ്കാലിൽ നിന്ന് ഉച്ചയിലേക്കൊരു തരിതിരിപ്പ് പടർന്നു കയറി. കോവിലകത്തിൻ്റെ മുറ്റത്തും
തൊടികളിലും വളർന്നു മുറ്റി നിൽക്കുന്ന പാഴ്മരങ്ങളുടെ നിഴലിൽ നിന്ന് ആരുടെയെങ്കിലും കണ്ണുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്പലക്കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ നിന്ന് ഒരു നായയുടെ മോങ്ങൽ കേൾക്കുന്നു. അപ്രതീക്ഷിതമായ ആ ശബ്ദം കാതിൽ വന്നലച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോവുക തന്നെ ചെയ്തു. ഒപ്പം തൊട്ടടുത്തുണ്ടായിരുന്ന വൃക്ഷത്തിൽ നിന്നും ഒരു ആപ്പാടി കുറുകിപ്പറക്കുകയും ചെയ്തു. പക്ഷി പറന്നപ്പോൾ അടർന്നു വീണ ഉണക്കച്ചില്ലയുടെ ശബ്ദം വടവൃക്ഷം പിളരുന്ന തോന്നലാണ് അയാളിൽ ഉളവാക്കിയത്. ഭയന്ന് നിന്നാൽ ഒന്നും നടക്കില്ല. ഒരു കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതെത്ര നേരത്തെ ആകുന്നോ അത്രയും നേരത്തെ ആവും അതിൻ്റെ ഫലവും ലഭിക്കുക. ആവോളം ധൈര്യം സ്വരുക്കൂട്ടി അയാൾ വീണ്ടും മുന്നോട്ട് ചുവടുകൾ വെച്ചു. കോവിലകത്തിൻ്റെ പൂമുഖത്തേക്ക്, ഇടനാഴികളിലൂടെ പിന്നെ ഉള്ളിലേക്ക്. അമ്പലക്കുന്നിൻ്റെ താഴ്വരയിൽ എവിടെയോ നിന്നോ കേട്ട നായയുടെ മോങ്ങലിന് എതിർശബ്ദങ്ങളുണ്ടാക്കി. ആരൊക്കെയോ. താഴ്വരകളെ തഴുകിത്തലോടി കുന്നിറങ്ങി വരുന്ന ശീതക്കാറ്റ് ആദിത്യപുരം കോവിലകത്തിന് നേരെ ഒഴുകിയെത്തി. ആ കാറ്റ് അമ്പലക്കുന്നിലാകെ പടരാൻ നേരം ഒട്ടും വേണ്ടി വന്നില്ല. അരനാഴിക നേരത്തിനുള്ളിൽ മനുഷ്യാതീതമായ ഏതോ ശക്തിയുടെ നിയന്ത്രണത്തിലായ പോലെ ആയിരുന്നു അമ്പലക്കുന്നും പരിസര പ്രദേശങ്ങളും. പൂർണ്ണനിദ്രയിൽ നിന്നോ പാതി ഉറക്കത്തിൻ്റെ മായിക പ്രപഞ്ചത്തിൽ നിന്നോ ഞെട്ടി ഉറക്കം തെളിഞ്ഞവർ പുറത്തെ ഒട്ടും സുഖകരമല്ലാത്ത ശബ്ദങ്ങൾക്ക് കാതോർത്തു. ശബ്ദം ശ്രവിച്ചവർക്കൊക്കെ ഒരസ്വാസ്ഥ്യം തോന്നുകയും ചെയ്തു. ഈശ്വര, ഇനി നാളെ രാവിലെ എന്താണാവോ കേൾക്കാൻ പോകുന്നത്? ഇതിനു മുമ്പ് ഇതുപോലെ അപശബ്ദങ്ങൾ നിറഞ്ഞ രാവുകൾ പുലർന്നപ്പോഴൊക്കെ ഒരു ദുരന്ത വാർത്ത അവർക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. ഇന്നും അങ്ങനെ വല്ലതും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചു. ഏതാനും നേരത്തെ ബഹളത്തിന് ശേഷം പെട്ടെന്നടങ്ങിയതുപോലെ നായ്ക്കളുടെ മോങ്ങലുകൾ നിലച്ചു. കാറ്റിൻ്റെ സീൽക്കാരങ്ങൾ അകന്നു. പൊടുന്നനെ സാധാരണ നിലയിലേക്ക് പ്രകൃതി മടങ്ങി. പുലരി. ആരുടെയൊക്കെയോ ഉച്ചത്തിലുള്ള സംസാരങ്ങളും ആരൊക്കെയോ ഓടുന്ന ശബ്ദങ്ങളും കേട്ടാണ് ആദിത്യപുരത്തെ മനുഷ്യർ ഉറക്കമുണർന്നത്. രാത്രിയിലെ കോലാഹലങ്ങൾക്ക് ശേഷം ഒന്നാമത് ആർക്കും പൂർണ്ണ നിദ്ര കൈവരുന്നതുമില്ലായിരുന്നല്ലോ. പ്രകാശം പരന്നു തുടങ്ങിയതേ ഉള്ളൂ. ആളുകൾ കോവിലകത്തിൻ്റെ ഭാഗത്തേക്ക് ധൃതിയിൽ പോകുന്നുണ്ടായിരുന്നു. ആദ്യ വെയിൽ ആദിത്യപുരത്തിൻ്റെ പൂമുഖത്ത് വീഴുന്ന നേരത്ത് തന്നെ ഓടിക്കൂടിയവർ അത് വ്യക്തമായി കണ്ടു. കോവിലകത്തിൻ്റെ മുറ്റത്തിനും അപ്പുറത്ത് തല പൊട്ടിത്തെറിച്ച് കമിഴ്ന്നടിച്ച് ഏതോ ഒരു മനുഷ്യൻ. അയാൾക്കരികിൽ പൊട്ടിത്തെറിച്ച ഒരു ശംഖിൻ്റെ ചീളുകൾ. വെളുത്ത ശംഖിൻ്റെ ചീളുകളിൽ വീണ് നിറം മങ്ങി ചോരത്തുള്ളികൾ വാടിയ പൂക്കളെ ഓർമ്മിപ്പിച്ചു. ഓടിക്കൂടിയവർ തമ്മിൽ നോക്കി. ഈ വാതിൽക്കൽ ഇതെത്രാമത്തേതാണ്? 5-ാമത്തേതോ അതോ 6-ാമത്തേതോ?